തൃശ്ശൂർ വടക്കാഞ്ചേരിക്കടുത്തുള്ള തൂമാനം വെള്ളച്ചാട്ടവും അസുരൻകുണ്ട് ഡാമും ആണ് ഈ എപ്പിസോഡിലുള്ളത്. ആദ്യം നമുക്ക് തൂമാനം പോവാം. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വടക്കാഞ്ചേരി ഓട്ടുപാറ കഴിഞ്ഞ് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ആ മോസ്കിൻ്റെ അടുത്തൂടെ റൈറ്റിലേക്കൊരു വഴി പോകുന്നുണ്ട്. ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ റെയിൽവേ ഗേറ്റ് കാണാം. ആ ഗേറ്റും കടന്നു പോകുമ്പോൾ ഒരു വളവിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെയൊരു വഴി കാണാം. ഇതാണ് തൂമാനം പോകാനുള്ള വഴി. ഗൂഗിൾ മാപ്പിൽ സ്ഥലം തെറ്റായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് വഴി കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് തൂവാനം വെള്ളച്ചാട്ടമല്ല, അത് മറയൂരിനടുത്തുള്ള ഒരു വലിയ വെള്ളച്ചാട്ടമാണ്. ഇത് തൂമാനം ആണ്. ഇവിടുന്ന് ഒരു ഡൈവേഷൻ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. കാരണം ഈ ഏരിയയിൽ എവിടെയും ഒരു ബോർഡ് പോലും ഇല്ല. ഈ ഒരു ട്രാൻസ്ഫോമർ, ലെഫ്റ്റ് സൈഡിലുള്ള ട്രാൻസ്ഫോമറൊക്കെ കഴിഞ്ഞ് വളവ് കഴിഞ്ഞ ഉടനെ റൈറ്റ് സൈഡിലേക്ക് ഒരു കയറ്റമുണ്ട്. ഈ വഴി നേരെ അങ്ങ് വിട്ടാൽ മതി. ഇവിടെ വണ്ടി വെച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇറങ്ങി പോകണം. അധികം നടക്കാനൊന്നുമില്ല, അത് തൊട്ട് താഴെ തന്നെയാണ്. മഴക്കാലമാണ്, പാറയാണ്, വഴുക്കലൊക്കെ ഉണ്ടാവും. കുട്ടികളും പ്രായമായുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. ഇതാണ് വടക്കാഞ്ചേരിക്കാരുടെ സ്വന്തം തൂമാനം വെള്ളച്ചാട്ടം. അകമല ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന കുഴിയോട് എന്നൊരു സ്ഥലത്താണ് ഈ സംഭവം. മെയിൻ റോഡിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ ഈ മഴക്കാലത്ത് മാത്രം കാണുന്ന വെള്ളച്ചാട്ടത്തിലേക്ക്. ഒന്ന് നീന്താനൊക്കെ പറ്റുന്ന പോലെ അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. വെള്ളം വീഴുന്ന ഈ സ്ഥലത്ത് കഴുത്ത് വരെ മുങ്ങാൻ വെള്ളമുണ്ട്. കുറച്ച് ഇപ്പുറത്ത് അര വരെ വെള്ളമുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായി വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിന് താഴെ പോയി നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ പെർമിഷൻ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല, എപ്പോൾ വേണേലും വരാം. ഫാമിലി ആയിട്ടും ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഞാൻ പോയത് ഒറ്റയ്ക്കാണെങ്കിലും വെള്ളത്തിൽ ചാടി മറിയാനുള്ളവരൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യനില്ലാതെ കിടന്ന ഈ സ്ഥലത്ത് ഈ വർഷം മുതലാണ് ആൾക്കാരൊക്കെ അറിഞ്ഞ് വന്നു തുടങ്ങിയത്. വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ മുമ്പിലുള്ള സ്ഥലം ഇതാണ്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ഒന്നുമല്ല, കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെങ്കിലും ഇവിടെ കൃഷിയും മറ്റുമൊക്കെ തന്നെയാണ് നേരെ മുമ്പിൽ തന്നെ. നമുക്കെന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ നേരെ പോയാൽ വീടുകളൊക്കെ ഉണ്ട്. ഈ ഏരിയയിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. നമുക്കിങ്ങനെ നാട്ടിൻ പുറത്തൂടെ മഴയും കൊണ്ട് കുറച്ച് നടക്കാം. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. 2 ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത്ര തെളിഞ്ഞ വെള്ളമല്ല. ഒരു 3 ദിവസം മഴ പെയ്തിട്ടില്ലെങ്കിൽ ഈ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. അപ്പോൾ നല്ല സൂപ്പറായിരിക്കും. നമുക്കിനി കുറച്ച് നേരം മഴ കൊണ്ടാലോ? ഒരു നൊക്ലാഞ്ചിയ തോന്നുന്നില്ലേ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്കെന്നാൽ നേരെ അസുരൻകുണ്ട് ഡാമിലേക്ക് പോകാം.
വടക്കാഞ്ചേരിയിൽ നിന്ന് ചേലക്കര പഴയന്നൂരൊക്കെ പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം. അതും ഈ അകമല ഫോറസ്റ്റിൻ്റെ ഏരിയ തന്നെയാണ്. പക്ഷേ ഈ ഡാം ഫോറസ്റ്റിനകത്താണെന്ന് മാത്രം. പക്ഷേ വെള്ളച്ചാട്ടം ഫോറസ്റ്റിനകത്തല്ല. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ഷൊർണൂർ ഹൈവേയിലാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ റോഡ്. ഇവിടെ 2 സൈഡും ഫോറസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ വാഴക്കോട് എന്നൊരു സ്ഥലത്തെത്തി. ഈ ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ഡൈവേഷൻ എടുക്കേണ്ടത്. ഹൈവേ നേരെ പോകുന്നത് ഷൊർണൂർക്ക്. നമ്മളിപ്പോൾ പോരുന്ന ഈ വഴി പഴയന്നൂർ ചേലക്കര പോകുന്ന റോഡാണ്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ കൂടി ഉണ്ടാവും ഈ ഡാമിലേക്ക്. അതായത് നമ്മൾ തൂമാനത്ത് നിന്ന് ഒരു 12 കിലോമീറ്റർ വന്നാൽ മതി നേരെ ഈ അസുരൻകുണ്ട് എത്താൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഈ ജംഗ്ഷനിൽ നിന്ന് വാഴക്കോട് ജംഗ്ഷനിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഏകദേശം വന്നാൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ റോഡുണ്ട്. ഇങ്ങനെ ഒരു റോഡുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ തന്നെ പ്രശ്നമാണ്. ഒറ്റ നോട്ടത്തിലൊന്നും കാണില്ല. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് കറക്റ്റ് സ്ഥലമായതുകൊണ്ട് മാപ്പ് നോക്കി ഇങ്ങനെ പോരാ. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. പെർമിഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ചുമ്മാ പോവാം. ടിക്കറ്റൊന്നുമില്ല. 5 മണി വരെ ഉള്ളൂ ഇവിടെ എൻട്രി. കാടാണ്, ചെറിയ റോഡാണ്, സൂക്ഷിച്ചൊക്കെ പോന്നാൽ മതി. ഇവിടെ നേരെ പോയാൽ ഡാമിലെത്തും. നമുക്ക് ആദ്യം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാം. അത് കഴിഞ്ഞ് നമുക്ക് ഡാം കാണാൻ പോകാം. ഇതിനെ വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല. ഡാം തുറന്നു വിടുമ്പോൾ വെള്ളം ഒഴുകി വരാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വഴിയാണ്. അത് സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കിയതാണ്. മഴക്കാലത്ത് ഡാം നിറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ദിവസം മാത്രമേ ഇത് തുറക്കാറുള്ളൂ. അതും എല്ലാ വർഷമൊന്നും തുറക്കാറില്ല. വണ്ടി താഴെ വരെ കൊണ്ടുപോകാം. അതുകൊണ്ട് തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ നല്ല കിടു ഫോട്ടോസൊക്കെ എടുക്കാം. സംഭവം എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. യൂത്തിനൊക്കെ ഇന്ന് വെള്ളത്തിൽ വന്ന് ആർമാദിക്കാൻ പറ്റിയ സ്ഥലം. മഴക്കാലമായതുകൊണ്ടും നല്ലൊരു കാടായതുകൊണ്ടും വെളിച്ചം വേഗം പോകും. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരു 3 മണിക്ക് മുമ്പെങ്കിലും ഇവിടെ എത്തണം. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് ജീപ്പിലും ബൈക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ട് നമ്മൾ പതുക്കെ സ്കിപ്പായി. എന്തായാലും ഇതുവരെ വന്നതല്ലേ, നമുക്ക് ആ ഡാമും കൂടി കണ്ടിട്ട് റിട്ടേൺ അടിക്കാം. വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാഞ്ഞിട്ട് കൂടി അത്യാവശ്യം വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. പ്ലാസ്റ്റിക് കാട്ടിലിടരുത് എന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനത്തിൽ പ്രവേശിക്കരുത് എന്നും. ഇതുപോലൊരു വനത്തിൽ പ്രവേശിച്ചിട്ട് വഴി അറിയാതെ കുടുങ്ങിപ്പോയിട്ടാണല്ലോ നമ്മുടെ മരോട്ടിച്ചാൽ പ്രവേശനം തന്നെ നിരോധിച്ചത്. അപ്പോൾ ഇതാണ് ഡാം. വലിയ സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും ഒരു ചെറിയ ഡാം. ആ കാണുന്നതാണ് ഡാം തുറന്നു വിടുന്ന വാൽവ്. ഇവിടുന്ന് തുറന്നിട്ടാണ് നമ്മളിപ്പോൾ കണ്ട വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം വരുന്നത്. ഡാമും മഴയും, ആഹാ, നല്ല കോമ്പിനേഷൻ.